ആദർശ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആദർശിനൊരു പെൺകുട്ടി പ്രണയിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ആദർശിന് അതിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. വളരെ പഠിപ്പിച്ചിട്ടായത് തന്നെ ആ പെൺകുട്ടിയുടെ സൈഡിലോട്ട് പോലും നോക്കാൻ ആദർശിന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ആദർശ് പഠിത്തമൊക്കെ ആയിട്ട് മുഴുകിയിട്ട് ആ പെൺകുട്ടി ഒരിക്കൽ പോലും മൈൻഡ് പോലും ചെയ്യാതെ നടക്കാണ്. അങ്ങനെ ആ പെൺകുട്ടി പലതവണ ആദർശനോടൊന്ന് പ്രപ്പോസ് ചെയ്തെങ്കിലും ആദർശിന് താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് ആദർശ് തിരികെ വന്നിട്ടുണ്ട്. അങ്ങനെ ആദർശ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ടല്ലോ. അങ്ങനെ ഇവിടെ വന്ന് അവൻ്റെ ബിസിനസ്സൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പം ഇവരുടെ വിവാഹം നടന്നുള്ള കാര്യമൊക്കെ ഫേസ്ബുക്ക് വഴിയിട്ട് ആ പെൺകുട്ടി അറിയുന്നുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടി ഓർക്കാണ് എങ്ങനെയെങ്കിലും അവരുടെ ജീവിതം കൊളവാക്കണം. എത്ര നാള് ഞാൻ അവനെ പ്രപ്പോസ് ചെയ്ത് പുറകെ നടന്നതാ, ഒരിക്കൽ പോലും അവൻ എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. ഒരു തവണ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് എന്നെ അവൻ വഴക്ക് പറഞ്ഞ് അപമാനിച്ചു. ആ സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടി എന്നിട്ട് ആദർശോട് പറയും, ആദർശിനെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കുറേ നാളുകൊണ്ട് പുറകെ നടക്കുന്നതല്ലേ, എന്താ റിപ്ലൈ തരാത്തെന്ന് ചോദിച്ചിട്ട് ആദർശോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ആദർശ് എല്ലാവരും മുമ്പിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. ഞാൻ കുട്ടിയുടെ പലതവണ പറഞ്ഞില്ലേ എനിക്ക് കുട്ടി ഇഷ്ടമില്ലാന്ന്, പിന്നെ എന്തിനാ പുറകെ നടക്കുന്നത്? ഇതൊക്കെ പഠിക്കാനുള്ള സമയമാണ്, അല്ലാതെ പ്രണയിച്ച് ജീവിതം തലയ്ക്കാനുള്ള സമയമൊന്നും അല്ല. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പ്രണയിക്കാനും മരം ചുറ്റി നടക്കാനും ഒന്നും അല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ആദർശ് അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി എല്ലാവരും പോലും ഭയങ്കരമായിട്ട് നാണം കിട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പേരും പറഞ്ഞ് കുറേ പേര് അവളെ കളിയാക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം അവളുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ തീ പോലെ പുകയുന്നുണ്ട് കേട്ടോ. അപ്പം അവളെ മനസ്സിൽ കരുതാണ്, ഇവൻ്റെ കുടുംബജീവിതം ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, അത് നശിച്ചു പോകണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇവൾ കരുതുന്നുണ്ട്. പിന്നെ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ പോസ്റ്റർ ഇവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അവൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നമുക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ടായിരുന്നു ഈ ഒരു വർഷം വരാതിരുന്നത്. അങ്ങനെ അവൾ കരുതാണ് എങ്ങനെയെങ്കിലും അവൻ്റെ ഭാര്യയും അവനെയും തമ്മിൽ തെറ്റിക്കണം, അങ്ങനെ അവൻ എന്നെ കളഞ്ഞിട്ട് സുഖിച്ച് ജീവിക്കണ്ട, എന്നോട് അവൻ മാപ്പ് പറയണം, എങ്കിൽ മാത്രമേ ഇനി ഞാൻ അവനെ വെറുതെ വിടുകയുള്ളൂ എന്ന് അവൾ കരുതുന്നുണ്ട്. അങ്ങനെ അവൾ ഓർക്കാണ് എങ്ങനെയെങ്കിലും കേരളത്തിലേക്ക് പോകണം, കേരളത്തിലേക്ക് പോയതിനു ശേഷം അവനെയും അവൻ്റെ ഭാര്യനെയും കണ്ടുപിടിച്ച് രണ്ടുപേരെയും കുറച്ച് ദിവസം ഫോളോ ചെയ്യണം, എന്നിട്ട് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കണം എന്നൊക്കെ ആ പെൺകുട്ടി ആലോചിക്കാണ്. അങ്ങനെ ആ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലേക്ക് വന്ന് ഇറങ്ങിയ പാടെ തന്നെ ആദർശിനെ കുറിച്ച് അറിയാനായിരുന്നു അവൾക്ക് ആഗ്രഹം. അങ്ങനെ ആദർശിന്റെ കാറിനെ ഫോളോ ചെയ്തൊക്കെ പോകുന്നുണ്ട്. ആദർശ് ഓഫീസിലേക്ക് പോയി ഇറങ്ങുന്നതൊക്കെ അവൾ കാണുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് നയനെ ഫോളോ ചെയ്യുന്നുണ്ട്. നയന പോകുന്ന റൂട്ടും അമ്പലത്തിലേക്ക് പോകുന്ന വഴിയും ഒക്കെ അവൾ മനപ്പാടമാക്കി വെക്കാണ്. സെലീന എന്നായിരിക്കും കേട്ടോ ആ പെൺകുട്ടിയുടെ പേര്. അങ്ങനെ ഈ സെലീന എല്ലാ കാര്യങ്ങളും പഠിക്കുകയാണ്. ഇവര് 3-4 ദിവസം കൊണ്ട് തന്നെ നയനയും ആദർശും എപ്പോഴായിരിക്കും പുറത്തേക്ക് പോവുക, ആദർശ് എപ്പോഴായിരിക്കും പുറത്തേക്ക് വരിക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേറൊരു കോളിൽ നിന്നും ആദർശിനെ സെലീന വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഹലോ ആദർശ്, എന്നെ ഓർമ്മയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ആരാന്ന് ചോദിക്കുമ്പം ഞാൻ നിന്റെ പഴയ കാലത്തെ ഒരു ഫ്രണ്ടാണ്, ഞാനിപ്പോൾ കേരളത്തിലുണ്ട്, ഞാൻ പുറത്തുനിന്ന് പഠിക്കായിരുന്നു, ഞാൻ ഈ സമയത്ത് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതാ, എനിക്കൊരു ഹെൽപ്പ് വേണം, ഒന്ന് കാണാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദർശ് പേര് പറയാന്ന് പറയുമ്പോഴേക്കും പേര് മാറ്റിയാണ് കേട്ടോ പറയുന്നത്. അന്ന് ആദർശിന് നല്ല ഫ്രണ്ടായിട്ടുള്ളൊരു പെൺകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പെൺകുട്ടിയുടെ പേരാണ് പറയുന്നത്. അപ്പം ഇവളെ ഒരുപാട് നാളായതുകൊണ്ട് തന്നെ മറ്റാരോട്ടും ആദർശം നല്ല കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇയാളെ വിളിക്കുന്ന ഈ പെൺകുട്ടിയാണെന്നുള്ള രീതിക്കാണ് സെലീന വിളിക്കുന്നത്. സെലീന വിളിക്കുമ്പോൾ തന്നെ ആദർശം ഭയങ്കര സന്തോഷമൊക്കെ ആകുന്നുണ്ട്. ശരി, കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശിനെ ഇന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിട്ട് സെലീന വിളിക്കുന്നുണ്ട്. അങ്ങനെ ചെല്ലുന്നത് തന്നെ ഒരു പാർക്കിലേക്കായിരിക്കും കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഈ സെലീന നമ്പർ മാറ്റിയിട്ട് നയനയെ കോൾ ചെയ്യാണ്. നയനയല്ലേ ആദർശിന്റെ വൈഫില്ലേന്ന് ചോദിക്കുമ്പം അതേന്ന് പറയാണ്. ഇപ്പം നിങ്ങൾ തമ്മിൽ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം നയന ചോദിക്കുകയാണ്, എങ്ങനെയാണോ, നിങ്ങൾ ആരാ, നിങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, നിങ്ങളുടെ ഭർത്താവ് ഇപ്പോഴും നിങ്ങളുടെ സ്നേഹത്തിലൊന്നും അല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്, എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. ഹലോ, നിങ്ങൾ ആരാന്ന് പറ, എന്നിട്ട് മതി ബാക്കി കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സെലീന പറയാണ്, അല്ല വേറൊന്നും അല്ല, നിങ്ങളുടെ ഭർത്താവ് എപ്പോഴും ഒരു പെൺകുട്ടിയോട് ചുറ്റുന്നത് കാണാം, അവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലാണെന്ന് തോന്നുന്നു. ഭാര്യമാരുടെ ഇഷ്ടമില്ലാതാകുമ്പോഴാണല്ലോ ഭർത്താക്കന്മാർ സാധാരണ പുറത്തേക്ക് പോകാറ്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ അനാവശ്യം പറയുന്നേ, എൻ്റെ ഭർത്താവ് ഓഫീസിലേക്ക് പോയിരിക്കാം. ഓഹോ, അങ്ങനെയാണോ, എങ്കിലേക്ക് ആ പാർക്കിലേക്ക് ഒന്ന് ചെന്ന് നോക്ക്, അപ്പം കാണാം നിങ്ങളുടെ ഭർത്താവ് ഓഫീസിലാണോ അതോ കാമയിലൂടെ ആണോ എന്നൊക്കെ ആ പെണ്ണ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കേട്ടിട്ട് വിശ്വസിക്കാനാവുന്നില്ല നയനയ്ക്ക്. എങ്കിലും സത്യം അറിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നയന അവളുടെ സ്കൂട്ടി എടുത്തോണ്ട് നേരെ പാർക്കിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് ആ ഫ്രണ്ടാണ് വിളിക്കുന്നതെന്ന് കരുതിയിട്ട് ആദർശ് ഓഫീസിൽ നിന്ന് നേരെ പാർക്കിലേക്ക് വരുന്നുണ്ട് കേട്ടോ.
അങ്ങനെ പാർക്കിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ തന്നെ നയനെ കാണുന്നത് ആദർശിന്റെ കാറായിരിക്കും. ഈശ്വര, ആദർശിന്റെ കാറാണല്ലോ, ഓഫീസിലേക്ക് പോവാണെന്നാണല്ലോ ആദർശിന്റെ അവരെ പറഞ്ഞത്. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞ സത്യമാണോ എന്നറിഞ്ഞ് ടെൻഷൻ അടിച്ചുകൊണ്ട് നയന നേരെ ആ പാർക്കിലേക്ക് കയറുന്നുണ്ട്. അപ്പം നയന വരുന്ന സെലീന അങ്ങൊന്നും കാണുന്നുണ്ട്. ആദർശ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഓടി വന്ന് സെലീന ആദർശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പെട്ടെന്ന് മുഖം കാണുന്നുമില്ല. ഒരുപാട് കാലം മുമ്പേ കണ്ടതല്ലേ, മനസ്സിലാവുന്നില്ല കേട്ടോ. തൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ആദർശ് മുഖത്തോട്ട് നോക്കുമ്പോഴേക്കും ആദർശിന് ചെറിയൊരു പെശക് പറ്റിയുള്ള ആദർശ് തോന്നാണ്. അല്ല, തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം ആ പെണ്ണ് പറയാണ്, എന്നെ മറന്നുപോയ ആദർശ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശിന് മനസ്സിലാലേക്കാണ് ആരാണെന്നുള്ള കാര്യമൊക്കെ. ഇതേ സമയത്ത് തന്നെ ഇവർ തമ്മിൽ ഹഗ് ചെയ്യുന്നതൊക്കെ നയനോടെ കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നവ്യയ്ക്ക് കാഴ്ച താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. സാധാരണ പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ആളിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ കാമുകിയാണെന്ന് തന്നെ കരുതുകയാണ് കേട്ടോ നയന. അങ്ങനെ ആ പെൺകുട്ടി ആദർശനോട് പറയാണ്, ആദർശിനെ ഓർമ്മയില്ലായിരിക്കും, എന്നെ മറന്നു കാണും, പക്ഷെ എനിക്ക് ആദർശിനെ അങ്ങനെ മറക്കാൻ സാധിക്കില്ല. എന്നെ മനസ്സിലായില്ലേ, ഞാൻ സെലീനയാന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ആദർശ് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. ഓ സെലീന, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എന്തുണ്ട് വിശേഷം, ഇപ്പം എവിടെയാ ജോലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോഴും ബാംഗ്ലൂർ തന്നെയാ ജോലി എന്ന് പറയാണ്. ഓഹോ, എന്താ കേരളത്തിന് ചോദിക്കുമ്പം ഇവിടെ ചെറിയൊരു ബിസിനസ് മീറ്റുമായിട്ട് വന്നതാ. അപ്പോഴാ ആദർശ് ഇവിടെ ഉണ്ടല്ലോ, ഒന്ന് കണ്ടേക്കാന്ന് കരുതുന്നൊക്കെ വളരെ ക്യാഷുള്ള സംസാരിക്കുന്നുണ്ട് കേട്ടോ. സെലീന, അന്നത്തെ ആ ഒരു കാര്യമൊക്കെ തനിക്കറിയാലോ, അന്നൊക്കെ ചെറുപ്പമായിരുന്നല്ലോ, എന്താ പറയണമെന്നും അറിയില്ലായിരുന്നു. അന്ന് എല്ലാം മുമ്പിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി, സോറി, ഞാൻ അന്നൊന്നും കരുതിയിട്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സെലീന പറയുന്നുണ്ട്, അതൊക്കെ സാരമില്ല, ചെറുപ്പത്തിനൊരു കുസൃതികളില്ല, അതൊക്കെ ഞാനതൊക്കെ മനസ്സിൽ നിന്ന് ഇട്ടു. പിന്നെ ഞാൻ അവിടെ 5-6 ദിവസം ഉണ്ടാവും, അതുകൊണ്ട് ആദർശനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എനിക്കിവിടെ ആരെയും അറിയില്ല, എൻ്റെ കൂടെ കുറച്ച് സ്ഥലത്തൊക്കെ ഒന്ന് വരികയും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇവിടെയൊക്കെ വന്നിട്ട് ഒറ്റയ്ക്ക് പോകാനൊരു പേടി പോലെ തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെന്താടോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ആ പെൺകുട്ടി പറയാണ്, ഞാനൊരു ടാക്സി ബുക്ക് ചെയ്താൽ വന്നത്, ആ ടാക്സിക്കാരൻ തന്നെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ 5-6 ദിവസം ഒറ്റയ്ക്ക് അവിടെയോടൊക്കെ സ്റ്റേ ചെയ്യുന്ന കാര്യം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഞാനിവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്, എന്നെ ഒന്ന് നീ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താടോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അന്ന് തന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചിൻ്റെ പ്രായശ്ചിത്തമായിട്ട് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് ചോദിച്ചിട്ട് അവർ രണ്ടുപേരും മാറിപ്പോയി ഐസ്ക്രീം കഴിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ചങ്ക് തകർന്നോടെ മാറി ഒളിഞ്ഞു നിൽക്കുക കേട്ടോ നയന. അങ്ങനെ സെലീന പറയുന്നുണ്ട്, ശരിയെങ്കിൽ ഞാൻ പോവാന്ന് പറയുമ്പം എങ്ങോട്ടാ പോകേണ്ട സെലീന, ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. എൻ്റെ ഹോട്ടലിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ, ഡ്രോപ്പ് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവളെയും കൂട്ടി ആ ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. നയന അങ്ങനെ അവരെ പിന്തുടർന്ന് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശും ആ പെൺകുട്ടിയുടെ ഹോട്ടലിനകത്തേക്ക് കയറി പോവാണ്. നയന ഹോട്ടലിന് പുറത്തേക്ക് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് ചെന്നിട്ട് അവൾ പറയുന്നുണ്ട്, ആദർശ് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക, ഇപ്പോൾ ഫുഡ് വരും, കഴിച്ചിട്ട് പോയാന്ന് പറയുമ്പം അയ്യോ സെലീന, എനിക്കതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എത്ര നാളുണ്ട് നമ്മളെ കണ്ടത്, അതുകൊണ്ട് ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ, എൻ്റെ ട്രീറ്റാ എന്നൊക്കെ പറയുന്നുണ്ട്. ഓഫീസിൽ ഒരുപാട് ജോലി പെൻഡിങ് ഉണ്ട്, ഞാനിപ്പോൾ പോട്ടെ എന്ന് പറയുമ്പം അതൊന്നും പറ്റില്ല, ഇവിടെ നിന്നേ പറ്റുള്ളൂ എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് നയന അവിടെ ആദർശിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു പാർട്ട് നമ്മൾ അടുത്തോടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.